ആദരണീയരായ അധ്യാപകരെ, സ്നേഹനിധികളായ സഹപാഠികളെ, ഭാരതം വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിക്കുന്നു. ഈ ദിവസം നാം നന്നായി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുകയാണ് ഞാനിവിടെ. പരിമിതമായ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമല്ലത്. ജന്മഭൂമി ജനനിയാണെന്നാണ് നാം പഠിച്ചത്. അങ്ങനെയെങ്കിൽ മാതൃത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് ഭീകരവാദം കാണേണ്ടത്. എവിടെയും ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണിത്. കാശ്മീരിൻ്റെ ഹൃദയത്തിൽ ഏറെ മുറിപ്പാടുണ്ടാക്കിയ വിധ്വംസക പ്രവർത്തനങ്ങൾ ഭാരതമാകെ ഒരു വ്രണം പോലെ വ്യാപിച്ചു തുടങ്ങി എന്നതാണ് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. രാജ്യസ്നേഹം ഒരു ആചാരമല്ല, വികാരമാണ്. വൈകാരികത സഹിഷ്ണുതയോടും സമചിത്തതയോടെയും സൂക്ഷിക്കേണ്ടുന്ന ഒന്നും. അതിവേഗം കത്തിക്കയറുന്ന വെടിമരുന്ന് പോലെയാണത്. വൈകാരികതയ്ക്ക് മതം തീവ്രവികാരം നൽകുമ്പോൾ മതസഹിഷ്ണുത ഒഴിവാക്കുകയും ഭീകരചിന്തകൾ സംജാതമാവുകയും ചെയ്യുന്നു. ഒരു ജനതയ്ക്ക് ശരിയെന്ന് തോന്നുന്ന ആ ജനതയുടെ വൈകാരികതയ്ക്ക് പോഷണമേകുന്നു. അതൊരു മറ്റൊരു വിഭാഗം ജനതയ്ക്ക് ശരിയാവണമെന്നില്ല. അവരവരുടെ വൈകാരികതയ്ക്ക് പോഷണത്തിന് പകരം ശോഷണമാകുന്നു അത്. ജനപോഷണവും ശോഷണവും സമരസപ്പെടുത്തണമെങ്കിൽ സഹിഷ്ണുത വേണം. അത് നഷ്ടമാകുമ്പോൾ ഭീകരവാദം ഉടലെടുക്കുന്നു. ഭീകരവാദം സഹിഷ്ണുതയില്ലാത്ത തീവ്രചിന്തയാണ്. തീവ്രചിന്ത അടിച്ചേൽപ്പിക്കാൻ മുതിരുമ്പോൾ ഭീകര സംഘടനകൾ ജനിക്കും. ആ സംഘടനകൾ തങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരെ നിർബന്ധപൂർവ്വം നിക്ഷേപിക്കാൻ തുടങ്ങും. മറ്റുള്ളവരും സംഘടിക്കുകയും പ്രതിരോധമുണ്ടാക്കുകയും ചെയ്യും. ഇതോടെ സംഘർഷം ജനിക്കുകയും സാധാരണക്കാരൻ്റെ സമാധാനം നശിക്കുകയും ചെയ്യുന്നു. അല്പം പുറകോട്ട് സഞ്ചരിച്ചാൽ ഭാരതത്തിൽ ഭീകരവാദം സംജാതമായത് കാശ്മീരിലാണെന്ന് മനസ്സിലാകും. ഭാരതത്തിൻ്റെ മകുടമാണ് കാശ്മീർ. പാകിസ്ഥാൻ അത് ആവശ്യപ്പെടുന്നു. പാകിസ്ഥാൻ്റെ വൈകാരികത പൂർണ്ണമാകാൻ കാശ്മീർ വേണമെന്ന ശാഠ്യം ഭാരതത്തിന് പ്രതിരോധിക്കാതെ വയ്യ. അവിടെയാണ് ഒളിഞ്ഞിരിക്കുന്ന ഭാരതത്തിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന സ്ഫോടന പരമ്പരകൾക്ക് ഭീകര സംഘടനകൾ നേതൃത്വം കൊടുത്തത്. രാജ്യത്തെ സമാധാനം നശിക്കുന്നതിലൂടെ പ്രതിലോമ കക്ഷികൾക്ക് വളരാനും പുഷ്ടി നേടാനും കഴിയും. കാശ്മീരിൽ ഭാരതം ഛിദ്രശക്തികൾക്ക് തിരിച്ചടി നൽകി. അതോടെ ഭീകരവാദവും തീവ്രവാദികളും മാധ്യമങ്ങളും നിറഞ്ഞു. രാജ്യാന്തര ഭീകരവാദവും തീവ്രവാദി സംഘടനകളും മാതൃകയായി നിർത്തിയാണ് കാശ്മീരിലും മുംബൈയിലും സ്ഫോടന പരമ്പര അരങ്ങേറിയത്. അയർലൻഡിലെ ഭീകരവാദം, ശ്രീലങ്കയിലെ LTTക്കാർ തുടങ്ങിയ പലതരം തീവ്രവാദി സംഘടനകൾ തങ്ങളുടെ പ്രവർത്തനം സജീവമാക്കിക്കൊണ്ടിരിക്കുന്നു. അമേരിക്ക പോലും മുതലാളിത്ത രാഷ്ട്രങ്ങൾ പോലും പലപ്പോഴും ഇതിന് പ്രേരണയാവുകയും ചെയ്യുന്നു. തീവ്രവാദികൾ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും ഒരു മതത്തെ കൂട്ടുപിടിക്കുന്നുവെന്ന് മാത്രം. ഒരു മതവും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് തീവ്രവാദം എന്ന ചോദ്യം ഉയരാം. അതിനുള്ള ഉത്തരമാണിത്. ചില ആശയങ്ങൾ തങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കണമെന്ന ചിന്ത സ്വാഭാവികമായും ഉടലെടുക്കുന്നു. മുതലാളി രാഷ്ട്രങ്ങൾ ആ ചിന്തകൾക്ക് സാമ്പത്തിക പിൻബലം നൽകുന്നു. ആ ചിന്തകളെ മുഖമുദ്രയാക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ ലോകത്തിൻ്റെ നാനാഭാഗത്തും വിന്യസിച്ച് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു. ഇതിലൂടെ ലോകസമാധാനം ഒലയുന്നു. മുതലാളിത്ത രാഷ്ട്രങ്ങൾക്ക് തങ്ങളുടെ ആയുധങ്ങൾ നിർബാധം വിറ്റഴിക്കാൻ കഴിയുന്നു. ഭീകരവാദം മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നം ഇതുതന്നെയാണ്. ഭാരതം ഇന്ന് ഭീകരവാദത്തിൻ്റെ നിഴലിലാണ്. തീവ്രവാദം തടയാൻ ഓരോ സ്റ്റേറ്റും സ്വന്തമായ സേനയെ ഒരുക്കുകയാണിപ്പോൾ. സുരക്ഷ ഉറപ്പായാൽ മാത്രമേ രാജ്യം പുരോഗതിയിലേക്ക് കടക്കുകയുള്ളൂ. ന്യൂനപക്ഷത്തിൻ്റെ ആശങ്ക അകറ്റുകയും തീവ്രവാദികൾക്ക് രാജ്യത്തു നിന്ന് സഹകരണം ലഭിക്കാതിരിക്കുകയും ചെയ്താൽ തീവ്രവാദം അവസാനിക്കും. തീവ്രവാദികളുടെ നൂതന തന്ത്രം നുഴഞ്ഞു കയറ്റമാണ്. രാജ്യസ്നേഹികൾക്ക് ഇവരെ തിരിച്ചറിയാനാവും. അത്തരം പ്രേരണകൾക്ക് വശം വതരാകാതിരിക്കാൻ നാം ശ്രദ്ധിച്ചാൽ മതി. ഭീകരവാദം തലയിൽ നുള്ളിയാൽ പോരാ, വേരോടെ നശിപ്പിക്കണം. ഓരോ ഭാരതീയനും അതിന് ഉത്തരവാദിത്തമുണ്ട്. അത് മനസ്സിലാക്കിയാൽ ഇവിടെ തീവ്രവാദം വളരുകയില്ല. നമ്മൾ കുട്ടികൾ ഇത് മനസ്സിലാക്കി കർമ്മബദ്ധരാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.